2011 മുതൽ 2016 വരെയുള്ള UDF ഭരണകാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയൊന്നും ഇല്ലായിരുന്നു. ഇല്ല എന്ന് തെളിയിക്കാൻ പെടാപ്പാടുപെടുകയാണ് UDF നേതാക്കൾ. UDF സർക്കാർ വരുത്തിവെച്ച 18 മാസത്തെ ക്ഷേമ പെൻഷൻ LDF സർക്കാർ കൊടുത്തു തീർത്ത കാര്യം പറയുന്നതാണ് ഇപ്പോൾ അവരെ ചൊടിപ്പിക്കുന്നത്. കാലം കുറച്ചിങ്ങ് നീങ്ങിയല്ലോ. കണക്കൊക്കെ മറന്നുവെന്ന ധാരണയിൽ പൊള്ളത്തരങ്ങളുമായി ഇറങ്ങിയ കോൺഗ്രസിന് നാനാ ഭാഗത്തു നിന്നാണ് കൃത്യമായ കണക്കുകൾ കൊണ്ട് മറുപടി ലഭിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്ന കാലത്ത് 6 മുതൽ 11 മാസം വരെ കുടിശ്ശികയാണ് ഉണ്ടായിരുന്നത്. 2015 ജൂലൈ മുതലുള്ള കുടിശ്ശിക മുടങ്ങിക്കിടക്കുകയായിരുന്നുവെന്ന് ഉമ്മൻചാണ്ടിയുടെ വാക്കുകളിൽ നിന്നു തന്നെ അന്ന് വ്യക്തമായിരുന്നു. 2015 ജൂലൈ വരെ പെൻഷൻ മുടക്കമില്ലാതെ കൊടുത്തു. ആ മാസം മുതൽ 2015 ഡിസംബർ വരെ കുടിശ്ശിക വന്നു. 11 മാസം കുടിശ്ശിക വന്ന പെൻഷൻ മുടങ്ങിയത് 2015 ഫെബ്രുവരി മുതലായിരുന്നു. 6 മുതൽ 11 മാസം വരെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വന്നുവെന്ന് സംബന്ധിച്ചത് ഉമ്മൻചാണ്ടി തന്നെയാണ്. 2014 സെപ്റ്റംബർ മുതൽ വാർദ്ധക്യകാല പെൻഷൻ 8 മാസം കുടിശ്ശിക, വികലാംഗ പെൻഷൻ 8 മാസം കുടിശ്ശികയുണ്ടായിരുന്നു. വിധവാ പെൻഷനും 8 മാസത്തെ കുടിശ്ശിക, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരുടെ പെൻഷൻ 8 മാസം കുടിശ്ശികയും ഉണ്ടായിരുന്നു. കർഷക തൊഴിലാളി പെൻഷൻ 10 മാസത്തെ കുടിശ്ശികയും നൽകാനുണ്ടായിരുന്നു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക സംബന്ധിച്ച് 2015 ജൂലൈ 2 അന്നത്തെ സാമൂഹ്യക്ഷേമ മന്ത്രി ഡോക്ടർ MK മുനീർ നിയമസഭയിൽ രാജു എബ്രഹാം MLA നൽകിയ മറുപടിയായിരുന്നു ഇത്. ബാക്കി കണക്കുകളിൽ 10 മാസം കുടിശ്ശികയുള്ളപ്പോൾ മുനീറിന്റെ കണക്കിൽ പക്ഷേ 8 ഉണ്ടായിരുന്നുള്ളൂ. 2015 ഓഗസ്റ്റിൽ ഓണക്കാലത്താണ് ഓണ സമ്മാനമായി അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കുടിശ്ശിക വിതരണം ചെയ്യാൻ ശ്രമിച്ചിരുന്നതത്രേ. പക്ഷേ ആ പണം അർഹതപ്പെട്ടവന്റെ കയ്യിൽ എത്തിയതുമില്ല. തപാൽ വകുപ്പ് മൂലം എത്ര കോടി വിതരണം ചെയ്യാനാണ് ഉമ്മൻചാണ്ടി സർക്കാർ ശ്രമിച്ചതെന്നതിന് വിവരങ്ങളൊന്നും തന്നെയില്ല. അത് എന്നു മുതലാണ് കുടിശ്ശിക വന്നതെന്നും പറയുന്നില്ല. ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ അടുത്ത നുണഗോപുരങ്ങൾ കെട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്.